ഹലോ സ്റ്റുഡൻസ്, നാലാമത്തെ മൊഡ്യൂളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. സൂപ്പർ ചാർജിങ്. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, എല്ലാ വെഹിക്കിളിലും ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വെഹിക്കിളിലും സൂപ്പർ ചാർജർ അല്ലെങ്കിൽ ടെർബോ ചാർജർ ഫിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. മുഴുവൻ ഡീസൽ എഞ്ചിനുകളും ഈ ഒരു രീതിയിലാണ് വരുന്നത്. പെട്രോൾ എഞ്ചിന് സൂപ്പർ ചാർജർ അല്ല ടെർബോ ചാർജർ ചില പ്രത്യേക ഡിസൈൻ ചെയ്ത ലക്ഷറി വെഹിക്കിളിന് മാത്രമാണുള്ളത്. എന്തുകൊണ്ടാണെന്നൊക്കെ പിന്നീട് പറയാം. ഏതായിരുന്നാലും സൂപ്പർ ചാർജിങ് എന്താണെന്ന് നോക്കാം. എ സൂപ്പർ ചാർജർ ഈസ് ആൻ എയർ കംപ്രസർ that increases the pressure or density of air supplied to an internal combustion engine. This gives each intake cycle of the engine more oxygen, letting it burn more fuel and do more work, thus increasing power. ഇവിടെ എന്താ പറഞ്ഞത്? ഒരു സൂപ്പർ ചാർജർ എന്ന് പറഞ്ഞാൽ അതൊരു കംപ്രസറാണ്. നമ്മൾ സാധാരണ ലാബിലൊക്കെ കണ്ടില്ലേ കംപ്രസർ, അതുപോലെ ഒരു അതുപോലെയല്ല, അത് ആ ഒരു ഫങ്ഷൻ ചെയ്യുന്ന എയറിനെ കംപ്രസ് ചെയ്യുന്ന ഒരു കംപ്രസറാണത്. ആ കംപ്രസർ എഞ്ചിനിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കംപ്രസർ അല്ലെങ്കിൽ സൂപ്പർ ചാർജർ അവിടെ കൊടുത്തിട്ടുള്ളത്? ആ എഞ്ചിനിലോട്ട് അറ്റ്മോസ്ഫറിക് പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷറിൽ എയറിനെ കംപ്രസ് ചെയ്തിട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ ചാർജർ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു എഞ്ചിൻ എടുക്കാം. ഈ കംപ്രസർ ഒന്നും ഇല്ലാത്ത എഞ്ചിനെ വിളിക്കുന്ന പേരാണ് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ. നാച്ചുറലി ആസ്പിറേറ്റഡ് എന്ന് വിളിക്കും. എന്നാണ് സാധാരണ എഞ്ചിൻ. സൂപ്പർ ചാർജർ ഒന്നും ഘടിപ്പിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെയുള്ള എഞ്ചിനിൽ പുറത്തൊക്കെ അറ്റ്മോസ്ഫറിക് പ്രഷറാണല്ലോ എയറിനുണ്ടായിരിക്കുക. അപ്പോൾ ആ അറ്റ്മോസ്ഫറിക് പ്രഷറിൽ തന്നെയാണ് എയറിനെ വലിച്ചെടുക്കുക. ഈ നാച്ചുറൽ ആസ്പിറേറ്ററിൻ്റെ മറ്റൊരു പേരാണ് കൺവെൻഷനൽ എഞ്ചിൻ. ഇനി ഒരു കംപ്രസർ എക്സ്ട്രാ നമ്മൾ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ ചാർജ്ഡ് എഞ്ചിൻ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ പ്രത്യേകത അറ്റ്മോസ്ഫറിക് എയറിലല്ല എഞ്ചിനിലോട്ട് എയർ സക്ഷൻ ഷോക്കിൽ പോകുന്നത്. അതേസമയം അറ്റ്മോസ്ഫറിക് പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷറിലാണ് അതിൻ്റെ ഉള്ളിലോട്ട് തള്ളിപ്പോവുകയാണ് ചെയ്യുക. മറ്റു വലിച്ചെടുക്കുന്നതിന് പകരം ഇവിടെ അങ്ങോട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നു, കംപ്രസ് ചെയ്തിട്ട്. എങ്ങനെ കംപ്രസ് ചെയ്യണ? ഒരു കംപ്രസർ ഉപയോഗിച്ചിട്ട് കംപ്രസ് ചെയ്തിട്ട് ആ ഡെൻസിറ്റി കൂടിയ പ്രഷർ കൂടിയ ആ എയറിനെയാണ് ഉള്ളിലോട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? സാധാരണ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനേക്കാളും കൂടുതൽ ഓക്സിജൻ്റെ അളവ് എഞ്ചിനിലോട്ട് എത്തുന്നു, കൂടുതൽ പ്രഷറിലെത്തുന്നു, ടെമ്പറേച്ചറിലെത്തുന്നു. ഇതൊക്കെ ആ ഇൻടേക്ക് ടയറിനുണ്ടാകുമ്പം സ്വാഭാവികമായിട്ടും ആ എഞ്ചിൻ്റെ എഫിഷ്യൻസി കൂടും. നല്ല ബെറ്ററായിട്ട് കമ്പഷൻ നടക്കും. കൂടുതൽ ഓക്സിജൻ കണ്ടന്റ് ഉണ്ട്, ബെറ്റർ കമ്പഷൻ നടക്കുന്നു, ബെറ്റർ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ എഞ്ചിൻ്റെ ഒരു നിലവിലുള്ള ഒരു എഞ്ചിൻ്റെ പവർ ഔട്ട്പുട്ട് കൂടുന്നു, കൂടുതൽ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത് ആക്ച്വൽ കേസിൽ എവിടെയാണ് ഉപയോഗിച്ചു വരുന്നത്? ഈ ഒരു അറ്റ്മോസ്ഫറിക് പ്രഷറിനൊക്കെ എയർ കുറവുള്ള സ്ഥലത്താണ് ശരിക്കും ഇതിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ ഉപയോഗം വന്നത്. പിന്നെ എയറോപ്ലെയിനിലാണ് ഇത് തുടക്കമിട്ടത്. എയറോപ്ലെയിനിലാണ് ഈ സൂപ്പർ ചാർജർ ആദ്യമായിട്ട് വന്നത്. കാരണം എയറോപ്ലെയിൻ എന്ന് പറയുമ്പോൾ കൂടുതൽ ഉയരങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനമാണല്ലോ. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ്, ഹൈറ്റ് കൂടുന്തോറും എയറിൻ്റെ ലഭ്യത അല്ലെങ്കിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഓക്സിജനെ കൂടുതൽ വലിച്ചെടുത്തിട്ട് കൂടുതൽ കംപ്രസ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എയറോപ്ലെയിനിലാണ് ഈ ഒരു സൂപ്പർ ചാർജർ ആദ്യമായിട്ട് വന്നത്. അവിടെ ആയിരുന്നു ഇതിൻ്റെ ഉപയോഗം ഉണ്ടായിരുന്നത്. അത് പിന്നീട് ഓട്ടോമൊബൈലിലോട്ടും
വന്നു തുടങ്ങി എന്നുള്ളതാണ്. ഓക്കെ, സോ അതെങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സപ്ലൈയിങ് കംപ്രസ്ഡ് എയർ ഇൻ ടു ദ എൻജിൻ അറ്റ് എ പ്രഷർ ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫറിക് പ്രഷർ. അറ്റ്മോസ്ഫറിക് പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷറിൽ എൻജിനിലോട്ട് എയറിനെ കംപ്രസ് ചെയ്തിട്ട് സപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് സൂപ്പർ ചാർജിങ്. ഇനി അത് എങ്ങനെയെന്നുള്ള കാര്യം ചെറുതായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഒന്ന്, കൂടുതൽ ഫിഗർ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ എൻജിൻ. ഓക്കെ, ആ എൻജിനിൽ ഇവിടെ ഒരു കണ്ടോ ഇൻലെറ്റ് വാൾവ് ഉണ്ട്, എക്സോസ്റ്റ് വാൾവ് ഉണ്ട്, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ ആ എൻജിനിൽ നിന്ന് ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് ഒരു ഡ്രൈവ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തലക്കിൽ ഒരു ഗിയർ ഉണ്ട്, ഗിയറോ അല്ലെങ്കിൽ പുള്ളിയോ. എന്നിട്ട് ആ ഗിയറും പിന്നെ ഇവിടെ ഒരു ഗിയർ ഉണ്ട്, ആ ഗിയറും തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണ്. ഒന്നുകിൽ രണ്ട് ഭാഗത്തും പുള്ളി, ഇവിടെയും പുള്ളി ഇവിടെയും പുള്ളി, എന്നിട്ട് ബെൽറ്റ് ഉപയോഗിച്ചിട്ട് രണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആരെയാണ് ഈ കണക്ട് ചെയ്തിട്ടുള്ളത്? ഇവിടെ ഒരാളുണ്ട്, കംപ്രസർ, എയറിനെ കംപ്രസ് ചെയ്യുന്ന കംപ്രസർ. ആ കംപ്രസർ ഒരു ഷാഫ്റ്റിലാണ്. ആ ഷാഫ്റ്റ് നേരെ ഈ പുള്ളിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? എൻജിൻ്റെ ഷാഫ്റ്റ് കറങ്ങുമ്പോൾ ആരും കറങ്ങും? ഈ ഷാഫ്റ്റും കറങ്ങും അല്ലേ? കാരണം അവിടെ ബെൽറ്റോ അല്ലെങ്കിൽ ഗിയറോ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷാഫ്റ്റ് കറങ്ങുമ്പോൾ ആര് കറങ്ങും? കംപ്രസർ കറങ്ങാൻ തുടങ്ങും. അങ്ങനെ കംപ്രസർ കറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? കംപ്രസർ കറങ്ങുമ്പോൾ പുറത്തുനിന്നുള്ള അറ്റ്മോസ്ഫറിക് എന്നുള്ള എയർ നേരെ കംപ്രസറിലോട്ട് കയറും. കംപ്രസറിൻ്റെ ഇൻലെറ്റിലോട്ട് എയർ കയറുന്നു. അതിനെ ആ കംപ്രസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കംപ്രസ് ചെയ്തിട്ട് കംപ്രസറിൻ്റെ ഔട്ട്പുട്ടിലൂടെ പുറത്തോട്ട് കിടക്കും. കംപ്രസ് ചെയ്ത എയർ പുറത്ത് കിടക്കും. അങ്ങനെ ആ കംപ്രസ് ചെയ്ത എയർ നേരെ എങ്ങോട്ടാണ് പോവുക? ഒരു കൂളറുണ്ട്, ആഫ്റ്റർ കൂളറിലൂടെ സഞ്ചരിച്ചിട്ട് അവിടെ വെച്ച് ഇപ്പോൾ ഈ കംപ്രസറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന എയർ നല്ല ഹോട്ട് കണ്ടീഷനിലായിരിക്കും. അപ്പോൾ അതിനെ ഒന്ന് തണുപ്പിക്കും. ആഫ്റ്റർ കൂളറിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിക്കും. അപ്പോൾ തണുപ്പിക്കാൻ വേണ്ടി ഒന്നുകിൽ ഇതിലൂടെ എയർ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ടാവും, അതിൻ്റെ സൈഡിലൂടെ വേറൊരു പൈപ്പിലൂടെ എയർ പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ വാട്ടർ മറ്റൊരു ഇതിലൂടെ പോകുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ടാണ് ഇതിന് തണുപ്പിക്കുന്നത്. ഓക്കെ, അങ്ങനെ തണുപ്പിച്ച ആ കംപ്രസ്ഡ് എയർ നേരെ എങ്ങോട്ടെത്തും? ഇൻലെറ്റിലോട്ടെത്തും. ഇവിടെ ഇത് ഇൻലെറ്റ് വാൾവാണ്. അങ്ങനെ ഇൻലെറ്റ് മാനിഫോൾഡിലൂടെ വന്നിട്ട് എൻജിനിലോട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻജിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ കംപ്രസർ കറങ്ങും. അങ്ങനെ കംപ്രസ് ചെയ്ത എയർ നേരെ എൻജിനിലോട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് എൻജിനിലാണെങ്കിൽ ഈ ഒരു ഭാഗം ഉണ്ടാവില്ല, ഇങ്ങനത്തെ സംഭവം തന്നെ ഇല്ല. അതേപോലെ ഈ ആഫ്റ്റർ കൂളറും ഉണ്ടാവില്ല. നേരെ എയർ എവിടുന്ന വരിക? എയർ നേരെ പുറത്തുനിന്ന് എയർ ഇങ്ങനെ ഉള്ളിലോട്ട് വരികയാണ് ചെയ്യുക. എന്നാൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന്, പുറത്ത് അന്തരീക്ഷത്തിൽ നിന്ന് എയർ നേരെ എൻജിനിലോട്ട് കടന്നു വരികയാണ് സാധാരണ ഒരു എൻജിനിൽ. സൂപ്പർ ചാർജർ ഘടിപ്പിക്കാത്ത എൻജിനിൽ അങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതേസമയം സൂപ്പർ ചാർജറുള്ള എൻജിനാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഈ അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ പ്രഷറൈസ് ചെയ്ത എയർ ആയിരിക്കും എൻജിനിലോട്ട് എൻ്റർ ചെയ്യാം. ഓക്കെ, ഇനി ഇതാണ് ആ സൂപ്പർ ചാർജർ ഒരു കംപ്രസർ കണ്ടില്ലേ? സൂപ്പർ ചാർജർ എന്ന് പറഞ്ഞാൽ ഒരു കംപ്രസറാണ്. ആ കംപ്രസർ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സെൻട്രിഫ്യൂഗൽ പമ്പ് ഉണ്ടല്ലോ, അതേപോലുള്ള ഒരു പമ്പാണ് ഇത്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പമ്പ് ഇവിടെ ഒരു ഇമ്പല്ലർ ഉണ്ട്, ഉള്ളിലുള്ള ബ്ലേഡുകൾ കണ്ടില്ലേ, വെയിൻസ് ആണ്. ആ ബ്ലേഡാണ് കറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇതിനെ കംപ്രസ് ചെയ്ത് നേരെ ഒരു ഇൻവല്യൂട്ട് കേസിംഗ് ഉണ്ട്. ആ കേസിങ്ങിലൂടെ പ്രഷറൈസ് ചെയ്ത എയർ പുറത്തോട്ട് റിലീസ് ചെയ്യും. ഇതിലൂടെ എൻ്റർ ചെയ്യും ഫിൽ സൈഡ്, ഇതിന് എൻ്റർ ചെയ്യും.
ഈ ഒരു സൈഡിലൂടെ എയർ എൻ്റർ ചെയ്യും പുറത്തുനിന്ന്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കംപ്രസ് ചെയ്തിട്ട് പ്രഷർ വീണ്ടും ഇൻക്രീസ് ചെയ്തിട്ട് പ്രഷർ എനർജി വീണ്ടും ഇൻക്രീസ് ചെയ്തിട്ട് പുറത്തോട്ട് വെച്ചാൽ നേരെ എഞ്ചിനിലോട്ട് ഇൻ്റർ കൂളർക്ക് പോകും. ആ ഇൻ്റർ കൂളറിൽ നിന്ന് നേരെ എഞ്ചിനിലോട്ട് സപ്ലൈ ചെയ്യും. ഇതാണ് ഇപ്പോൾ സൂപ്പർ ചാർജറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. സോ ഇതിൻ്റെ ബാക്കി നെക്സ്റ്റ് പാർട്ടിലെടുക്കാം. താങ്ക് യു.